സംസ്ഥാനത്താകെ ശ്രദ്ധേയമായിരിക്കുകയാണ് രാമങ്കരി ഗ്രാമപഞ്ചായത്ത്. ഇതിൽ പ്രധാനമായിട്ട് അതിന് കാരണം ഇടതുപക്ഷ മുന്നണിയിലെ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം മത്സരിക്കുന്നു എന്നുകൊണ്ടാണ്. CPIയും CPMും എതിരായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ രാമങ്കരിയിൽ വന്നപ്പോൾ കുറേ പോസ്റ്ററുകൾ LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും എല്ലാം ഒട്ടിച്ചിരിക്കുന്നത് നമ്മളിവിടെ കണ്ടു. ഇവിടെ കുറേ ഫ്ലെക്സുകളും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു നമ്മളെയൊക്കെ ആകർഷിച്ച ഒരു ഫ്ലെക്സ് ഇതാണ്. രാമങ്കരി പഞ്ചായത്തിലെ യുവജനങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നു. യുവജനങ്ങൾക്ക് വേഴുപ്ര UP സ്കൂളിൽ കളിസ്ഥലം വിട്ടു നൽകാത്തതിലും പഞ്ചായത്തിലും പൊതു കളിസ്ഥലം അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നു. ജോയിൻ വിത്ത് അസ്. ബാക്കിയെല്ലാം നമുക്കിവിടെ കാണാം. എല്ലാം ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ അല്ലെങ്കിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ. പക്ഷേ ഇങ്ങനെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്ലെക്സാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പുതിയ കാലമാണ്. അവിടെ പല തരം സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരള വോട്ടേഴ്സ് 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് വച്ച കുറച്ച് യുവാക്കൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഇത് ഇപ്പോൾ ചാനലിട്ടാലും ഒരു കുഴപ്പമില്ല, ഒന്നും വരുന്നില്ല. ഇവിടെ കളിസ്ഥലം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഇവരെ 5 വർഷമായിട്ട് ഇത് പറയുന്ന കാര്യം തന്നെ ഇതൊക്കെ തന്നെ. ഒരു കളിസ്ഥലം കിട്ടുന്നില്ല. ഇപ്പോൾ ആ സ്കൂളിൽ കയറി ഞങ്ങൾ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്നിടത്ത് നമുക്കൊരു സ്ഥലം കിട്ടുന്നില്ല. ഇതിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുക. പിന്നെ എന്തിനും നമ്മുടെ തലയല്ല വരുന്നത്. പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ല സ്ഥലത്തോട്ട്. ഇവരാണ്ട് പറയുന്ന പഞ്ചസ്ഥലത്താണ്ട് സ്ഥലം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ നാളുണ്ട് പറയുന്ന. ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ 2 വർഷമായിട്ട് പറഞ്ഞിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. നമ്മുടെ ഗതിയോട് നമ്മളിങ്ങനെ വെച്ചാണ്. നമുക്കിവിടെ ഗ്രൗണ്ടേ ഉള്ളൂ, വേഴപ്ര സ്കൂൾ എന്ന് പറഞ്ഞ്. അത് ചെറിയ ഗ്രൗണ്ടാണ്. അതിലൂടെ നമ്മൾ 10-30 പേര് കളിക്കുന്ന അവിടെ. പക്ഷേ നമ്മളല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് നശിപ്പിച്ചാലും അത് കളിക്കുന്ന ആളാണ് വരുന്നത്. ആ ഒരു കാര്യം വെച്ചാൽ നമുക്ക് കളിക്കാനേ പറ്റത്തില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 years ആയിട്ട് 5 years അല്ല, അതിന് മേലോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ കളിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം പഞ്ചായത്തിന് പൊതു ഗ്രൗണ്ടില്ല. നമ്മളവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ലേ, ഇതെങ്കിലും സാധിച്ചു തരണ്ടേ. പക്ഷേ ഇവിടെയുള്ള ചിലവർ പറയുന്നത് അവിടെ മദ്യപാനം കൂടുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശം പല ആളുകളിൽ നിന്ന് കിട്ടും. സ്കൂളിൽ കളിക്കുന്നത് ഗവൺമെൻറ് സ്ഥലമല്ലേ, ഗവൺമെൻറ് സ്ഥലമല്ലേ. അല്ലെങ്കിൽ പറയാം എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ തലയല്ല വരുന്നത്. ആരെന്ത് കാണിച്ചാൽ നമ്മുടെ തലയല്ല വരുന്നത്. പഞ്ചായത്തിൻ്റെ ഈ ഇത് പൊളിച്ചതിൻ്റെ വേസ്റ്റ് കൊണ്ട് അടിച്ച് നമുക്ക് നേരത്തെ തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് കുറേ നാട് പറയുന്നത് ഇത് തന്നെ. 2 പേര് മാത്രമല്ല, ഇവർ 10-35 പേരുണ്ട്. വോട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വില ഉള്ളത്. ആണോ? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമോ? ഒന്നും എല്ലാം പറഞ്ഞ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ആവശ്യം നമ്മൾ വെച്ചു. അല്ലെങ്കിൽ നമ്മൾ മുന്നേ വെച്ചത് എന്തിനാണ് വെക്കുന്നത്? വോട്ട് വരാറ് സമയമായി. അപ്പോൾ നമ്മൾ ആവശ്യമുണ്ട്. ഈ ഒറ്റ സ്ഥലമല്ലായിരുന്നു സ്കൂള്, അത് അടച്ചു പൂട്ടി. അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഒരു പിള്ളേരും കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള എല്ലാവരും വെള്ളം അടിക്കുക അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. വേറെ സ്ഥലമില്ലല്ലോ, വേറെ മാർഗ്ഗമില്ല. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ കളിസ്ഥലമില്ലാത്തതാണ് ലഹരി കൂടുന്നതിനും അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടാനും കാരണമെന്നാണ് ഇവിടെയുള്ള ഒരു കൂട്ടം യുവാക്കൾ പറയുന്നത്. അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് അവർ ഈ ഫ്ലെക്സ് വെക്കേണ്ടി വന്നിരിക്കുന്നത്. ഏത് പാർട്ടി ആയാലും കളിസ്ഥലം എന്ന് പറയുന്നത് യുവാക്കളുടെ ആവശ്യമാണ്. അതുണ്ടെങ്കിൽ ഇനിയുള്ളൊരു കാലഘട്ടത്തിലും ലഹരികളിൽ നിന്നും മറ്റ് ഹാനികരമായ കാര്യങ്ങളിൽ നിന്നും മാറി വിനോദത്തിലേക്ക് ഏർപ്പെടാൻ സാധിക്കുമെന്നാണ് ഇവർ എല്ലാം അഭിപ്രായപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.